ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ദിവസം നടക്കാൻ പാകത്തിനൊന്നുമില്ല. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളോ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുള്ള ലൈഫൊന്നുമല്ല. എന്നാലും ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ശരിക്കും ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ ചുമ്മാ വെറുതെ വീട്ടിലേക്ക് വന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ അധികം ദൂരമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ആഴ്ചയിൽ ഇടയ്ക്കിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നതാണ്. പിന്നെ ഇവിടെ ഒരു 7 മണിയാകുമ്പോഴേക്കും ഞാനും ഫ്രണ്ടും കൂടി 2 വീലറിലാണ് വന്നത്. അപ്പം ഞാൻ ഒരു 7 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ടൊരു 9 ആകുമ്പോഴേക്കും 9 ആകുമ്പോഴേക്കും എത്തും. എറണാകുളത്തെത്തും. അങ്ങനെ അപ്പം ഞാൻ വീട്ടിലായ കാരണം കൊണ്ട് ഞാൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വന്നിങ്ങനെ ഇരിക്കും രാവിലെ തന്നെ. അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നിപ്പോൾ പോയി കുളിച്ച് റെഡിയായി പോകണം. പിന്നെന്താ, അപ്പോൾ പ്രത്യേകിച്ച് അതല്ല, ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് അമ്മമാർ ചായയൊക്കെ ഇട്ട് തരുന്ന കാരണം കൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ സെൽഫ് കുക്കിംഗ് ആണ്, PG ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തന്നെ ഇട്ട് കുടിക്കണതുകൊണ്ട് ഞാൻ അങ്ങനെ കുടിക്കാറില്ല. വീട്ടിലായിരിക്കുമ്പോൾ പിന്നെ അമ്മമാരിട്ട് തരൂല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുടിക്കും. അവിടെ ആകുമ്പോൾ പിന്നെ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആകും. പിന്നെ ഫുഡ് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനൊന്നും സമയം കിട്ടാറില്ല. എനിക്ക് മുന്നൊക്കെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സീനായിരുന്നു. പക്ഷേ ഇപ്പം അത് ശീലമായി. രാവിലെ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയെ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് വലിയ ഇതൊന്നുമില്ല. ജോലിക്ക് പോവുക, വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അങ്ങോട്ട് പോവുക, അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി പോട്ടെ. ഓക്കെ, ബൈ ഗൈസ്. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി. ഞാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട് ഭയങ്കര ഷൈ ആണ്, ക്യാമറയിലൊന്നും വരില്ല. അവൾക്ക് ക്യാമറ വരുന്നത്, യൂട്യൂബ് ചാനൽ വരുന്നതൊക്കെ നോക്ക്. ടാറ്റാ. അതെ, അടുത്തുണ്ടോ വീട്ടു? വെച്ചു ഗൈസ്. അങ്ങനെ ഹോസ്റ്റലിലെത്തി. അയ്യോ, നിന്റെ അടുത്ത് എന്താ കുഴപ്പം? വേറെ എടുക്കലില്ല. ഇനി 9 മണി ആയിട്ടില്ല. എത്ര മണി രമ്യ? അപ്പോൾ ഒരു 8:45, ഒരു 8:45, 8:50 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഞാൻ ബസ്സിനാണ് പോകുന്നത്, രമ്യ 2 വീലറിനാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം വണ്ടി ഓടിച്ച് വന്നിട്ട് അയ്യണ്ടേ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ബൈ. ഓ, ഹെൽമെറ്റ് വേണമല്ലേ? ടാറ്റാ.
ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് അന്നൊക്കെ എന്തൊക്കെ വർക്ക്സ് ചെയ്യാനുണ്ട്, പെൻഡിങ് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ ഒരു നോട്ടിൽ എഴുതി വയ്ക്കും വരുമ്പോൾ തന്നെ. കാരണം എനിക്ക് ഈയിടെയായിട്ട് മറവി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോട്ടിൽ എഴുതി വയ്ക്കും. എന്നിട്ട് ഞാൻ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ടിക്ക് ചെയ്യും. പിന്നെ നമുക്ക് ലഞ്ച് വരുന്നത് ഒരു 1:30 അല്ലെങ്കിൽ 2 o'clock ആകുമ്പോഴേക്കും ഞാൻ ലഞ്ച് കഴിക്കും. നമുക്കതിന് ഇന്ന സമയമൊന്നുമില്ല, നമുക്ക് വിശക്കുമ്പോൾ ലഞ്ച് കഴിക്കും. അപ്പോൾ എന്തെങ്കിലും സീരീസോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും ഞാൻ ലഞ്ച് കഴിക്കുന്നത്. ലഞ്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ബാക്ക് ടു വർക്ക് തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്ക് ഫോൺ നോക്കും. അങ്ങനെ കുറച്ച് ബ്രേക്ക് എൻ്റേതായ രീതിയിൽ ബ്രേക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്റം എല്ലാം ഓഫ് ചെയ്ത് ഞാൻ ഇറങ്ങാറായി. 6 മണി കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരും. എനിക്കിന്ന് ബസ്സിന് പോകാൻ, ഞാൻ അല്ലെങ്കിൽ ബസ്സിനെ പോകാറ്. അപ്പോൾ എനിക്കിന്ന് ബസ്സിന് പോകാൻ കുറച്ച് മടി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഫ്രണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ച് പതുക്കെ പോകാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വിശക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ചായ എന്തായാലും കുടിക്കണം. അപ്പോൾ അങ്ങനെയാണ്. ഓഫീസിൽ പ്രത്യേകിച്ച് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പാകത്തിന് എനിക്കൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ചെല്ല ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ വരും. അപ്പോഴേക്കും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓഫീസിൽ വൈഫൈ ഉള്ള കാരണം കൊണ്ട് നമുക്കതിലിരുന്ന് എഡിറ്റ് ചെയ്യാമല്ലോ. അതാണ് എൻ്റെ പ്ലാൻ. ഞാനത് എഡിറ്റ് ചെയ്യട്ടെ. ഓക്കെ. പിന്നെ അവൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കാൻ പോകാറുള്ള സ്പോട്ടുണ്ട്. കാക്കനാട് ജിയോ കോട്ടേഴ്സിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ കടയുണ്ട്. അവിടെ നല്ല തിരക്കായിരിക്കുന്ന സമയത്ത് ഞാൻ ചായയും എൻ്റെ ഫേവറേറ്റ് മുട്ട ബജിയാണ്. അപ്പം ഞാൻ ചായയും മുട്ട ബജി ഒക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പിന്നെ ഹോസ്റ്റലിൽ എത്തി. ഞാൻ ചായ കുടിച്ചു, ചായയും ഇത് കഴിച്ചു. എന്നാൽ എനിക്ക് കുറച്ച് വിശപ്പുണ്ട്. അപ്പം ഞാൻ അത് കാരണം കൊണ്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കണം. ആപ്പിൾ വീട്ടിൽ നിന്ന് തന്നതാണ്. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കണം. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഫുഡ് ഞങ്ങൾ ഇന്നത്തേക്ക് വയ്ക്കുന്നില്ല, ഇന്ന് പുറത്തുനിന്ന് കഴിക്കുന്നത്. നാളത്തേക്ക് ഫുഡ് വയ്ക്കും. എന്നിട്ട് ഞങ്ങളൊരു ഫിലിമിന് പോവാണ്. ഫിലിം നിറന്നല്ല, ARM കാണാൻ പോകുന്നത്. അപ്പോൾ 10 മണിക്കാണ് ഷോ. 10 മണിക്ക് പോയിട്ട് ഫിലിമൊക്കെ കണ്ടിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഡേ. എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ചിലപ്പോൾ ഫിലിമിന് പോവുക, അല്ലെങ്കിൽ പുറത്ത് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും. ബാക്കി പിന്നെ കാണാം. ഓക്കെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ടാണ് ഫിലിമിൽ പോകുന്നത്. അപ്പം കണ്ടോ, രമ്യയാണ് വണ്ടി ഓടിക്കുന്നത്. രമ്യനെ കാണിച്ചു തരാൻ കുറച്ച് ഷൈ ടൈപ്പാണ്, അതുകൊണ്ട് രമ്യനെ കാണിക്കുന്നില്ല. ഓക്കെ. ഓക്കെ, നമുക്ക് അൽഫാം വന്നു. എനിക്ക് മയണൈസ്. ഫുഡ് വരുമ്പോൾ ചിങ്കിടി. പക്ഷെ ഭയങ്കര ചൂട്. നമ്മളെങ്ങനെ കഴിക്കുന്നത്? കഴിഞ്ഞ പോലെ ഇല്ല, ഭയങ്കര ചൂടാ, കഴിക്കാൻ പറ്റില്ല. പക്ഷെ കഴിച്ചിട്ടേ പറ്റൂ. 10 മണിക്ക് ഫിലിം ആയതുകൊണ്ട് കഴിക്കാം. മയണൈസ് ചൂടാണ്. ടേസ്റ്റ് ഇല്ലേ? ബെല്ലടിക്കണ്ട, ബെല്ലടിക്കണ്ട. കൊടുക്കാത്ത
പടം എങ്ങനെയുണ്ടായിരുന്നു? ഉറക്കം പറ. പടം എങ്ങനെയുണ്ടായിരുന്നു? അവനെ കിട്ടില്ല. വാഷ്റൂമിൽ കയറാൻ പോയതാ. അടിപൊളി പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. ചെല്ലേ ഞാനിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിൻ്റെ ഫൈറ്റ് സീനായാലും മ്യൂസിക് ആയാലും പിന്നെന്താ എല്ലാം അടിപൊളി മൂവിയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ് ARM എന്ന് പറയുന്നത്. ഒരു ഭയങ്കര ഒരു വെറൈറ്റി സ്റ്റോറി, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഈ ARM എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോവുക, ഉറങ്ങാം, കുളിക്കുക, എന്നിട്ട് കിടന്ന് ഉറങ്ങാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് അല്ല അപ്പോൾ എൻ്റെ ഡേ ഇൻ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.